ഇതിന് രണ്ടുപേരുടെ ആവശ്യമുണ്ടോ? വരൂ വരൂ വരൂ. ഇത് പാർവതി അമ്മ, ഇത് അവരുടെ മകള് അനുഷ്യ. ഹൈവേ ഹോട്ടലിൽ വെച്ച് നിങ്ങൾ കണ്ടിരുന്നു. ഞങ്ങളും ഇങ്ങോട്ട് വന്നോണ്ടിരുന്നത്. നിങ്ങളുടെ ഹസ്ബൻഡ് വന്നില്ലേ? അതെന്റെ ചേട്ടനാണ്. അവര് ബാംഗ്ലൂരേക്ക് പോയി. അവിടെ അവര് ജോലി ചെയ്യുന്നത്. ഇവരെ ഭർത്താവ് മിലിറ്ററിയിലെ പാചകക്കാരനാ. ഇവരിവിടെ അടുത്താ താമസം. പാചകം ചെയ്യുമെന്ന് ചോദിച്ചതിന് ഇവര് പാചകം ചെയ്ത് തരാന്ന് പറഞ്ഞു. They look so decent and well to do. അവര് പാചകം ചെയ്യുമെന്ന് നമ്മൾ എങ്ങനെയാ ചോദിക്കുക? നിങ്ങൾ എന്താ മാഡം, അങ്ങനെ ഒന്നും അല്ല. വീട്ടില് പാചകം ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു ആർമി ഫാമിലി അല്ലേ? ഞങ്ങൾ എങ്ങനെയാ നിങ്ങളുടെ അടുത്ത്? അയ്യോ, നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്ക് അവളുടെ പാചകം ഒരുപാട് ഇഷ്ടപ്പെടും. എടാ, ആ ഗ്ലാസിൽ തന്നെ. ഒന്ന് മതി. രാജു സർവേ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് ഓവറായിട്ട് വെട്ടി വിഴുങ്ങല്ലേ? ഇല്ലല്ലേ, ഞാൻ ഡയറ്റിലുള്ള. നീ എന്നെ നിന്നൊന്നും പറയില്ല. നീ ലെജൻഡ് അല്ലേ? എടാ സൂരി, വെള്ളം ഇറക്കിയത് മതി. ആ രാജു കാലത്ത് വരില്ലേ? പഴയ വീട്ടിലേക്ക് അപ്പോഴല്ലേ പോകാൻ പറ്റൂ? ആ വീട് എവിടെയാ? സ്ഥലം അറിയാം, പക്ഷെ കീസ് വേണം. രാജു പറഞ്ഞു ആ വീട് നോക്കുന്നവരുടെ കയ്യിൽ നിന്ന് കീസ് മേടിച്ചോണ്ട് വരാന്ന്. അവര് കൊറേ ദൂരാണത്രേ. എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. കുറച്ച് വെള്ളം തരൂ അനുഷ്യ. അവളെ എല്ലാരും അനുന്നാ വിളിക്കുന്നത്, അറിയൂ? അനു സിയ. ഫുഡ് ശരിക്കും നന്നായിരുന്നു അല്ലേ? വളരെ നന്നായിരുന്നു. സെർവ് ചെയ്ത പെണ്ണും അല്ലേ? അതെയോ? ഞാൻ ശ്രദ്ധിച്ചില്ല. ചുമ്മാ അഭിനയിക്കല്ലേ. നീ വായി നോക്കിയതേ ഞാനും കണ്ടു. ഇപ്പോഴും അത് മോത്തുണ്ട്. എടിയൊന്നും മിണ്ടാതിരിക്കേ. ഞാൻ ഉറങ്ങാൻ പോവാ. വരുന്നോ? ഇല്ല, നീ പോയിക്കോ, ഞാൻ കുറച്ചിട്ട് വരാം. ഓക്കെ ദെൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞങ്ങള് നാളെ രാവിലെ വരാം. അവർക്ക് ചപ്പാത്തി വേണമെങ്കിൽ ഞങ്ങള് ഉണ്ടാക്കി വരാം. ഓ ഗ്രേറ്റ്. എനിക്കും ചപ്പാത്തി ഒരുപാട് ഇഷ്ടാ. ഗുഡ് നൈറ്റ് അനു. ഞാനെന്നാ ഇറങ്ങട്ടെ ഏട്ടാ. എന്താ പറഞ്ഞേ? പോയിട്ട് വരാന്ന് പറഞ്ഞതാ. നിനക്ക് അവളെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും തെറ്റല്ല, അത് ഡേഞ്ചറസാ. ഡേഞ്ചറസോ? അവളാണോ ഡേഞ്ചറസ്, അതോ അവളോട് അട്രാക്ട് ആവുന്നതാണോ? രണ്ടും തന്നെയാ. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 700 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് കസ്തൂരി. ഒരു രാജകുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവളൊരു പ്രേമത്തിലകപ്പെട്ടു. ആദിത്യ എന്നൊരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു. ആ പയ്യനും ഒരു രാജകുടുംബത്തിലെ അംഗമായിരുന്നു. ആദിത്യന്റെ അമ്മയച്ഛനും അവരുടെ രണ്ടുപേരുടെ സ്നേഹം അംഗീകരിച്ചില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിഞ്ഞൂടാ. കസ്തൂരിയുടെ കുടുംബക്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം ആദിത്യന്റെ കൂട്ടുകാർ കുറച്ച് വലിയ കൂട്ടരായിരുന്നു. അങ്ങനെ അവര് ഒരു മന്ത്രവാദിയുടെ സഹായം തേടി.
അത് നോക്കിയേ, അവർ കേട്ടാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ദുഷ്ടശക്തികളുടെ സഹായത്തോടെ കസ്തൂരിയെ കൊണ്ട് ആത്മഹത്യ ചെയ്യിച്ചു. ഇതല്ലാതെ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. കസ്തൂരിയുടെ ആത്മാവ് ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ വേണ്ടി ഒരു ബുക്കിൽ അതിനെ കെട്ടിബന്ധിച്ച് അത് ഒളിപ്പിച്ചു വെച്ചു. എന്ന് ആ ബുക്ക് നിന്റെ കയ്യിൽ വന്നോ, അപ്പൊ സംഭവിക്കാൻ പാടില്ലാത്ത എല്ലാം സംഭവിച്ചു. എത്രയോ വർഷത്തോളം മറച്ചു വെക്കപ്പെട്ട ആ ബുക്ക് ഒരു മന്ത്രവാദിയുടെ മന്ത്രശക്തിയിൽ നിന്ന് മോചിക്കപ്പെട്ട് അതിൽ ബന്ധിച്ചിരുന്ന കസ്തൂരിയുടെ ആത്മാവ് പുറത്തേക്ക് വന്നു. അവളിപ്പോ ആദിത്യനെ അന്വേഷിച്ചോണ്ടിരിക്കുക. അവൾക്കിപ്പോ അവനെ വേണം. അവന് വേണ്ടി അവൾ എന്ത് വേണേലും ചെയ്യും. അതുകൊണ്ട് അവളെ തടയണമെങ്കിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. അത് ആ ബുക്കിൽ ചില ശ്ലോകങ്ങളുണ്ട്. അത് നമ്മൾ ഒച്ചത്തിൽ ഉച്ചരിച്ച അവളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ആ ആത്മാവിനെ നമുക്ക് ഒതുക്കാം. ആ ബുക്കിനോടൊപ്പം അവളെയും എന്നേക്കുമായി പൂട്ടിവെക്കാം. എന്ത് ശ്ലോക അത്? ആ ശ്ലോകത്തിന്റെ പേജ് നമ്പർ അയ്യോ, എന്ത് പറ്റി? അയ്യോ, എന്താ സംഭവിച്ചേ? അറിയില്ല. ഇതിപ്പോ രണ്ടാമത്തെ തവണ ഇങ്ങനെ വീഴുന്നത്. അതെയോ? നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതൊന്നും വേണ്ടെന്നേ. എന്റെ മാമനൊരു വൈദ്യരാണ്. അമ്മ ഇപ്പോഴും അദ്ദേഹത്തെ കാണിക്കുള്ളൂ. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കോളാം. ഇവരെ പൊക്കൂ, ചെയറിലിരുത്താം. എന്താ? എവിടെ നോക്കാൻ നോക്കി? കണ്ണ് തുറന്നല്ലേ ഇരിക്കുന്നേ. എന്നിട്ട് പ്രോബ്ലം എന്താ? അവരിപ്പോഴും അൺകോൺഷ്യസ് ആണ്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കാരണം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലേ? നിങ്ങൾ കഴിക്ക്, ഞാൻ വിളമ്പാം. വേണ്ട, നീ ഇപ്പൊ നിന്റെ അമ്മേന്റെ ഒപ്പം നിൽക്ക. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ആ അതെ അനു, നീ നിന്റെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കേ. ഉം. ഹലോ, എന്ത് പറ്റി നിങ്ങൾക്ക്? സഡൻ ആയിട്ട് സൈലന്റ് ആയല്ലോ. അത് പിന്നെ എനിക്ക് എന്റെ തല കുറച്ച് നല്ല ഭാരം കൂടിയ പോലെ തോന്നുന്നു. ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. നിങ്ങൾ ഇനിയും പേജ് നമ്പർ പറഞ്ഞില്ല. ഏത് പേജ് നമ്പർ? ഏ? എനിക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നു. എനിക്കിപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല. അത് പിന്നെ കസ്തൂരി, ഇപ്പൊ ഓർമ്മ വന്നോ?